നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ വാർത്ത മൂടി വയ്ക്കുവാനും അതുപോലെ തമസ്കരിക്കുവാനും മിടുക്കന്മാരാണ്. ഇത് പലതവണയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അവർ നമ്മുടെ മലയാള വാർത്താ മാധ്യമങ്ങൾ പലതവണയായിട്ട് ഇത് തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സൗദിയിലെ ഹജ്ജിനിടയിലുണ്ടായ വലിയ ദുരന്തത്തെക്കുറിച്ചാണ്. സാധാരണ വാർത്താ മാധ്യമങ്ങൾ മുക്കുന്ന പല വാർത്തകളും യൂട്യൂബ് ചാനലുകളിലെങ്കിലും കാണാറുണ്ട്. ഇത്തവണ അതും കണ്ടില്ല. എന്തുകൊണ്ടാണ് ഇവർ ഈ വാർത്തകൾ മുക്കിയത് അറിയില്ല. സൗദിയിലെ കൊടും ചൂടിൽ 1000-ലധികം ആൾക്കാർ മരിച്ചു എന്നാണ് അറിയുന്നത്. മിക്കവാറും എല്ലാ വാർത്താ മാധ്യമങ്ങളും ഏജൻസികളും നൽകുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ 51.5 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയ ചൂട് സഹിക്കാൻ പറ്റാതെയാണ് ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത്. സൗദി ഗവൺമെൻറ് ഇതിനെപ്പറ്റി ഔദ്യോഗിക വാർത്താക്കുറിപ്പുകളൊന്നും ഇതുവരെ ഇറക്കാത്തത് കൊണ്ടായിരിക്കാം കേന്ദ്ര സർക്കാരും മൗനത്തിലാണ്. സൗദി സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടൊന്നുമല്ലല്ലോ ഈ ദുരന്തമുണ്ടായത്. ഒരു പ്രകൃതി ദുരന്തം തന്നെയായി വേണം ഇതിനെ നമുക്ക് കാണുവാൻ. എന്നിട്ടും പൊതുജനത്തെ വാർത്തകൾ അറിയിക്കുവാൻ ബാധ്യസ്ഥമായ നമ്മുടെ പത്രങ്ങളും ചാനലുകളും അത് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം? സത്യത്തിൽ എന്നെ അതിശയിപ്പിക്കുന്നു ഈ മൗനം. മരണപ്പെട്ടവരിൽ ഇന്ത്യയിൽ നിന്നുമുള്ള 68 പേര് മരണപ്പെട്ടുവെന്നും അത് 95 ആണെന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലയാളികൾ ആരെങ്കിലും ഇവരിലുണ്ടോ എന്നിപ്പോഴും വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. മരണപ്പെട്ട 1000-ലധികം പേരിൽ പകുതിയോളം പേർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അൺരജിസ്റ്റേർഡ് തീർത്ഥാടകരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈജിപ്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള തീർത്ഥാടകരിൽ മരണപ്പെട്ട 658 പേരിൽ 630 പേരും അൺരജിസ്റ്റേർഡ് ആയിരുന്നു. ഇസ്ലാമിൻ്റെ 5 പില്ലറുകളിലൊന്നാണ് ഹജ്ജ് കർമ്മം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചെയ്തിരിക്കണമെന്നാണ്. എല്ലാ വർഷവും ഔദ്യോഗിക പെർമിറ്റുകളും ചെലവുകളും വഹിക്കുവാൻ നിർവാഹമില്ലാത്ത ആയിരക്കണക്കിന് തീർത്ഥാടകർ രജിസ്റ്റർ ചെയ്യാതെ ഇറഗുലർ ചാനലുകളിലൂടെ ഹജ്ജ് കർമ്മത്തിന് എത്തുന്നുണ്ട്. ഇങ്ങനെ എത്തുന്ന നിരവധി ആൾക്കാരെ സൗദി ഗവൺമെൻറ് തന്നെ ക്ലിയർ ചെയ്യാറുമുണ്ട്. എന്നിരുന്നാലും അവരുടെ കണ്ണ് വെട്ടിച്ച് ഒട്ടേറെ പേർ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. ഇങ്ങനെ കടന്നുകൂടുന്ന ആൾക്കാരൊക്കെ കൊടും ചൂടിന് പെട്ടെന്ന് വിധേയരാകാറുണ്ട്. കാരണം 1.8 മില്യൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള തീർത്ഥാടകർക്ക് മാത്രമാണ് മണിക്കൂറുകൾ നീണ്ട നടത്തത്തിനും പ്രാർത്ഥനകൾക്കും ശേഷം എയർ കണ്ടീഷൻ ചെയ്ത ഹാളുകളിലേക്കും സ്പേസുകളിലേക്കും പ്രവേശനം ലഭിക്കാറുണ്ട്. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ വല്ലാതെ ക്ഷീണിതരുമായിരുന്നു എന്നാണ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചൂട് അസഹനീയമായ രീതിയിൽ കൂടുകയും അതിനെ തുടർന്ന് പലരുടെയും ബ്ലഡ് പ്രഷർ കൂടുകയും ചെയ്തതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത് എന്നാണ് ഇപ്പോൾ വാർത്താമാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈജിപ്ത് കൂടാതെ മലേഷ്യ, പാകിസ്ഥാൻ, ഇന്ത്യ, ജോർദാൻ, ഇറാൻ, സെനഗൽ, ടുണീഷ്യ കൂടാതെ ഇറാഖിൻ്റെ സ്വതന്ത്ര പ്രവിശ്യയായ കുർദിസ്ഥാൻ ഇവിടങ്ങളിൽ നിന്നെല്ലാമുള്ള തീർത്ഥാടകരായിരുന്നു അധികവും. ഹജ്ജ് തീർത്ഥാടനം ഇനി അങ്ങോട്ട് ശീതകാലങ്ങളിലേക്കാകും പോവുക. എന്നാൽ 2040 അത് അറേബ്യയിലെ അതിതീവ്ര വേനൽക്കാലത്തേക്കാകും എത്തുക എന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത്. ഗ്ലോബൽ ടെമ്പറേച്ചർ 1.5 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോഴും ഹജ്ജ് തീർത്ഥാടകരുടെ ഹീറ്റ് സ്ട്രോക്ക് എന്ന റിസ്ക് 5 ഇരട്ടിയായിട്ട് വർദ്ധിക്കുമത്രേ. ഇതാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്ന ഒരു കാര്യം. ഇതിനു മുൻപും ഇങ്ങനെ ദുരന്തങ്ങൾ ഹജ്ജ് കർമ്മത്തിനിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്റ്റാമ്പീഡിനെ തുടർന്ന് 2015 ഏകദേശം 2400 പേരാണ് മിനായിൽ മരണപ്പെട്ടത്. ഇപ്പോഴത്തെ ദുരന്തം അതുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രായേണ ചെറുതാണ്. പക്ഷേ ഇപ്പോഴത്തെ ദുരന്തം ഉയർത്തുന്ന വലിയൊരു ചോദ്യം, എങ്ങനെയാണ് ഭാവിയിൽ സൗദി അറേബ്യ കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിട്ടുകൊണ്ട് ഹജ്ജ് പോലെയുള്ള വലിയൊരു കർമ്മം വിജയകരമായി നടത്തിക്കൊണ്ടുപോകുക എന്നതാണ്. എല്ലാ രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഈ കാലാവസ്ഥാ ഭീഷണി ഉള്ളപ്പോഴും അതിനെ ഫലപ്രദമായി എങ്ങനെ നേരിടാമെന്നുള്ള ചർച്ച എല്ലാ അന്താരാഷ്ട്ര കൂട്ടായ്മകളും കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതും നടപ്പാക്കേണ്ടതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതുമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.